ഇത് ഞങ്ങളുടെ മിക്കിയാണേ. മിക്കിനെ രാവിലെ അയച്ചു വിട്ടതാണ്. മിക്കിനെ അങ്ങനെ പുറത്തേക്ക് അയച്ചു വിടുന്നില്ല. കാരണം മിക്കി ചില സമയത്ത് ഇവിടെ നിൽക്കാൻ മിക്കിക്ക് ഒരു ബുദ്ധിമുട്ട് പോലെ. അതുകൊണ്ട് ഇപ്പോൾ പെരയ്ക്കകത്ത് കുറച്ചു നേരം വെളിയിൽ അഴിച്ചു കെട്ടിയിട്ട് പെരയ്ക്കകത്ത് വന്ന് പെരയ്ക്കകത്ത് കൊണ്ട് അഴിച്ചു വിടുകയാണ് ചെയ്യുന്നത്. പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കിട്ടില്ലല്ലോ. അതുകൊണ്ട് പേടിയാണ് അയച്ചു വിടാനായിട്ട്. പപ്പിനെ അയച്ചു വിട്ടില്ല. പപ്പി കൂട്ടിലുണ്ട്. പപ്പി കിടന്ന് കാറുന്നുണ്ട് രാവിലെ അല്ലേ? പപ്പിയെ കിടന്ന് കാറുവാ അല്ലേ? പപ്പി എന്തി? അയ്യോ പപ്പി എന്തി? പപ്പിനെ കണ്ടില്ലല്ലോ. കിച്ചൂസിനെ വിളിച്ചേ പോയി. കിച്ചു എന്തിയെന്ന് നോക്കി. കിച്ചു എന്തിയെന്ന് നോക്കി. ബാ കിച്ചു എന്തിയെ? കിച്ചു മുറിക്കകത്തുണ്ടോ? ഈ മുറിക്കകത്ത് കിച്ചു ഉണ്ടോ? ഈ മുറിക്കകത്ത് നോക്കി. കിച്ചുനെ വിളിച്ചേ. കിച്ചുക്കുട്ടനെ വിളിച്ചേ. കിച്ചുക്കുട്ടൻ. കിച്ചൂസ് എഴുന്നേറ്റ് കാണേ ചുരുണ്ട് കിടന്ന് ഉറങ്ങുന്നുണ്ട്. ഉറങ്ങുമല്ല, എഴുന്നേറ്റ് പറ്റിക്കുന്നതാണ് ആശാല. വാ കേറി വാ. എന്തി കിച്ചു എന്തി? അയ്യോ കിച്ചുകുട്ടനെ ചൂ. ആരെ നോക്കുന്നു? കിച്ചു ഞാനൊന്നും വെച്ചു വിടുകയില്ല. ഇത് കിച്ചൂസിന് കഴിഞ്ഞ ദിവസം വണ്ടി വെക്കാനായിട്ട് പപ്പ പണിത് കൊടുത്താണ് കേട്ടോ. ഇത്രയൊന്നും അല്ലായിരുന്നു. വണ്ടി ഇഷ്ടംപോലെ ഇരിപ്പുണ്ട്. വണ്ടിയുടെ താഴെ കുറേ ഇരിക്കുന്നു. എല്ലാം വാങ്ങിച്ചു വെക്കും. ഒരു സാധനം ഓടിക്കില്ല. അതാണ് കിച്ചുവിൻ്റെ പരിപാടി. വണ്ടിയുടെ കവറ് പോലും കളഞ്ഞിട്ടില്ല. അതെല്ലാം എടുത്ത് സൂക്ഷിച്ച് വെച്ചേക്കുവാണ്. ചുരുണ്ട് കിടക്കുക. രാവിലെ പള്ളിയിൽ പോകേണ്ടത്. എഴുന്നേക്കാനുള്ളതിന് ചുരുണ്ടു കിടക്കുകയാണോ? ഒന്ന് വന്ന് വിളിച്ചൂടെ? ഒന്ന് വന്ന് വിളിച്ചൂടെ ചേട്ടായിയോട് എഴുന്നേക്കാൻ പറഞ്ഞൂടെ? ചേട്ടായിയോടെ എഴുന്നേക്കാൻ പറഞ്ഞൂടെ? പാവം ചേട്ടായി. കൂട്ടിക്കയറാം. ബിസ്ക്കറ്റ് വേണോ? ബിസ്ക്കറ്റ് വേണോ? ചേട്ടായോട് വരാൻ പറയും ഇങ്ങോട്ട്. ഇന്ന് കഞ്ഞി കത്തിച്ചിട്ട് ഞാൻ പോവും. തീ കത്തിച്ചിട്ട് ഇതുവരെ കത്തുന്നില്ല ഗൈസ്. ഇതുവരെ തീ കത്തിയില്ല. അടുപ്പിന്റെ കോലം കണ്ടിട്ടാരും തെറ്റിദ്ധരിക്കണ്ട കേട്ടോ. അത് മേളിൽ നിന്നുള്ള വെള്ളം വീഴുന്നതാണേ.
അപ്പം ഞങ്ങൾ കൂട്ടിക്കയറാനായിട്ട് പോവാട്ടോ. കൂട്ടിക്കയറ്റിയിട്ട് അടുത്തയാളെ അയച്ചു വിടണം. ഇയാളിപ്പോൾ വലിയ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞങ്ങളുടെ ഒരു വീഡിയോ ഒക്കെ റീച്ചായി പോയി. 40 ലക്ഷമൊക്കെ ഉണ്ടായിരുന്നു വ്യൂവേഴ്സ്. റീച്ചായി അങ്ങനെ. വിടാനായിട്ടുള്ള ബഹളം ആ കൂട് തകർക്കും. തക്കാളി ചെണ്ടാൻ പോയിട്ടുണ്ടെങ്കിൽ അടിയും തരുമല്ലോ ഞാൻ. പോയപ്പിച്ചിട്ട് വാ അല്ലേ, ബാ ബാ. ഈ പപ്പി അംഗൻവാടി പോകുന്നൊരു വീഡിയോ ആണ് കേട്ടോ ഞാൻ ഇട്ടിരുന്നത്. അതിനെ ഒരുക്കി ബാഗൊക്കെ ഇടിയിപ്പിച്ച് ഉള്ളൊരു വീഡിയോ ആയിരുന്നേ. അതാണ് കയറിപ്പോയേക്കുന്നത്. അതിന് ഒരുപാട് പേര് നെഗറ്റീവ് പറഞ്ഞായിരുന്നു, അതിനെ നോക്കുന്നില്ല, അതിനെ ഉപദ്രവിക്കുന്നു. പക്ഷേ ഇങ്ങനത്തെ പപ്പീസ് സാധാരണ നടക്കാറുള്ളതാണ് കേട്ടോ, ഇരുകാലി നടക്കുന്നവയാണ്. പപ്പീനെ അയച്ചു വിട്ടതാ. പപ്പി റോഡിലേക്ക് ഒരൊറ്റ പോക്ക്. അങ്ങനെ റോഡിലങ്ങനെ കയറാനില്ലാത്തതായിരുന്നേ. ഇന്ന് റോഡിലേക്ക് പോയി. വണ്ടിയെല്ലാം വരുന്നോണ്ടേ വണ്ടിക്കാർക്കും ഒരു വെപ്രാളം വരും. ഇതുകൊണ്ട് ഒരു പലകയുടെ അവസ്ഥയാണ്. ഇതാണ് അതിനുള്ള കാരണക്കാരി. ഇവളാണ് ആ പലക മുഴുവൻ കടിച്ച് അങ്ങനെ വെച്ചേക്കുന്നത്. അവിടെ ഒരെണ്ണം കടിച്ച് വെച്ചിട്ട് പിന്നെ ഇത് റെഡിയാക്കിയതായിരുന്നു. ഇവന് കുഴപ്പമില്ല, ഇവക്കാണ് പ്രശ്നം. റോഡിൽ പോന്നു. വല്ല വണ്ടി ഇടിച്ചാലോ? വണ്ടി ഇടിച്ച എന്നാ ചെയ്യും? വെപ്രാളം. മിറ്റം അടിച്ചടിച്ച് മടുത്തു. ഇത് കരികില മുഴുവൻ വീണ ഫുള്ളായിട്ട് കിടക്കുക. ഇതുണ്ടോ, ഇവിടെ എല്ലാം ഫുള്ളാണ്. ഇവിടെ എല്ലാം കരികില വീണെല്ലാം കിടക്കുക. അങ്ങനെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞു. ഉച്ചക്കത്തേനുള്ള മെഴുക്ക് പുരട്ടി റെഡിയായി. ഇനി ഞങ്ങൾക്ക് പള്ളിയിൽ പോകണം. പിന്നെ ചിക്കൻ വറുത്ത് വെച്ചു. വേറെ ചാറുകറിയൊന്നും വെച്ചില്ല. ഞങ്ങളുടെ വീട്ടിലെ പുതിയ അതിഥിയാണ് കേട്ടോ. കുറച്ച് നാളായിട്ട് ഈ പരിസരങ്ങളിലുണ്ടായിരുന്നു. അപ്പം നമ്മുടെ പറമ്പിലൊക്കെ വന്നിരിക്കത്തുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഞാൻ ചോറൊക്കെ കൊടുത്ത് ഇപ്പം ഇതേ ഇവിടെ വരെയായി. അന്ന് ചോറൊക്കെ കഴിക്കും. ഞാൻ 2-3 പ്രാവശ്യം എടുക്കുകയൊക്കെ ചെയ്തു. നല്ല രസമാണ് പൂടയൊക്കെ കാണാൻ. വാലിനൊക്കെ നല്ല രോമമാണേ. എനിക്കിഷ്ടമാണ് ഇതിനെയൊക്കെ. എനിക്ക് 2 എണ്ണം ഉണ്ടായിരുന്നു. അവർ 2 പേരും ഞങ്ങളെ വിട്ടിട്ട് പോയി. അങ്ങനെ അതിരുന്ന് ഫുഡ് കഴിക്കുക. പള്ളിയിൽ മണി അടിച്ചിട്ടുണ്ട്. പള്ളിക്കിലോട്ട് പോകണം. ഇനി വന്ന് കഴിച്ചോ കുഞ്ഞേ, വന്ന് കഴിച്ചോ. ഇനി കിച്ചൂസിന് റെഡിയാക്കണം അല്ല കിച്ചു? അപ്പം ശരി, ഓക്കെ, ബൈ, സി യു. അപ്പം ഇനി പിന്നെ ഞങ്ങൾ 2 പേരേ ഉള്ളതുകൊണ്ട് 2 പേരും മാത്രമേ ഉള്ളതുകൊണ്ട് വേറെ അധികം കറിയൊന്നും വേണ്ട. ഞങ്ങൾക്ക് ഈ 2 കറിയൊക്കെ മതി. 2 കറി തന്നെ ധാരാളമാണ്. അപ്പോൾ അത് റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ഈ ചെറുക്കന് ഇതൊന്നും കഴിക്കില്ല കേട്ടോ. ഇവന് ഇതൊക്കെ അലർജിയാണ്. ഇതൊന്നും ഇഷ്ടമില്ല ഈ സാധനങ്ങൾ. വെജിറ്റബിൾസേ കൂട്ടത്തില്ല. അങ്ങനെ കിച്ചൂസിനെ റെഡിയാക്കി നിർത്തി. ഇനി ഞാൻ റെഡിയാവണം. ഓക്കെ അല്ലേ? ആ തലമുടി മുഴുവൻ കളയണേ. അങ്ങനെ ഞങ്ങൾ 2 പേരും പള്ളിയിൽ പോകാനായിട്ട് റെഡിയായി. കിച്ചൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചെരുപ്പിടുവാണ്. അപ്പം ഞങ്ങൾ പള്ളിയിൽ പോകണേ. പിന്നെ കാണാം. പള്ളിയിൽ പോവാണേ കേട്ടോ.
ഇവിടെ ഇരുന്നോണം രണ്ടുപേരും കൂടെ വക്കുണ്ടാക്കരുത്. ഞാൻ നിന്നോട് പിണക്കോ ഞാൻ മിണ്ടത്തില്ല. എന്നെ പറ്റിച്ചിട്ട് രാവിലെ പോയില്ലേ? പോവോ ചീച്ചേ? നീ വന്നേ. പിണക്കില്ല കേട്ടോ. ചൂസിതേ മേളിൽ നിൽപ്പുണ്ട്. അങ്ങനെ പള്ളിയിലെല്ലാം കഴിഞ്ഞ ശേഷം കടയിൽ പോയി കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചു. കുറച്ച് പച്ചക്കറികളും ചിക്കനും പിന്നെ പട്ടിക്ക് കോഴിക്കാലും എല്ലാം വാങ്ങിച്ചു. ഇനി ഇതൊക്കെ ഒന്ന് റെഡിയാക്കണം. കിച്ചൂസ് വന്നിട്ടില്ല. കിച്ചൂസിന് വേദപാഠമുണ്ട്. പിന്നെ 12:30 ആകുമ്പോഴേ അവൻ വരുള്ളൂ. ഞങ്ങളുടെ ഈ കുഞ്ഞു സന്തോഷങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.